4 ദിവസമായി തുടരുന്ന മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. തലവടി പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പമ്പാ നദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയുടെ തെക്കൻ തീരദേശ മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, അവിടുത്തെ അവസ്ഥ പരിതാപകരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം തുറന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ആലപ്പുഴയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. എങ്കിലും കുട്ടനാട്ടിലെ കാര്യം പറയുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ കിഴക്കൻ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളായ തലവടി, എടത്വ, വിയപുരം, മുട്ടാർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. ഒപ്പം തന്നെ നദികളിലെയും ജലാശയങ്ങളിലെയും ഒക്കെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമാകുമ്പോഴാണ് കിഴക്കൻ വെള്ളം അതിശക്തമായി തന്നെ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. കിഴക്കൻ വെള്ളം ഒഴുകി പോകാനുള്ള മാർഗങ്ങളൊക്കെ തുറന്നു വെച്ചിട്ടുള്ളതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി പൊഴി കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു മഴയ്ക്ക് തന്നെ 2 ആഴ്ച മുൻപുണ്ടായ ശക്തമായ മഴയുടെ സമയത്ത് തന്നെ തോട്ടപ്പള്ളി പൊഴിയും അന്ധകാര നഴിയും തണ്ണീർമുക്കം ബണ്ടും ഒക്കെ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് കടലിലേക്ക് സുഗമമായി തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ജലാശയങ്ങളിലൊക്കെ വെള്ളം കൂടുതലാണ്. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ചെങ്ങന്നൂരിലും ആലപ്പുഴയിലുമായി ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലുമായി 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിനിന്ന് ഈ പാടശേഖരങ്ങളുടെ ബണ്ടുകളിലൊക്കെ താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ മഴയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ വെള്ളം കൂടും. അപ്പോൾ ഇവരുടെ വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകിയെത്തും. വീടുകളെല്ലാം തന്നെ മുങ്ങിയ ഒരു അവസ്ഥ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ട്. തലവടി പോലുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വെള്ളം കഴിഞ്ഞ 4 ദിവസമായി മഴയായിരുന്നു. ഒപ്പം കിഴക്കൻ വെള്ളം കൂടി ആയപ്പോൾ തലവടി, എടത്വ, നിരണം പോലുള്ള മേഖലകളിൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ എല്ലാവരും തന്നെ വീടുകൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കുറഞ്ഞാൽ പോലും അപ്പർ കുട്ടനാടൻ മേഖലകളിലെ ആളുകളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയായിരിക്കും തുടരുക. അപ്പോൾ തന്നെ 2-3 ദിവസമായ അതിശക്തമായ കാറ്റായിരുന്നു. പല വീടുകളും തകർന്ന സാഹചര്യമുണ്ട്. ഒപ്പം കടൽക്ഷോഭമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം 2 ദിവസം കൂടി നിലനിൽക്കുമെന്ന് ഉള്ള അറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടൽ പ്രക്ഷുബ്ധമാണ്. കടൽ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ജാഗ്രത മുന്നറിയിപ്പും തുടരുന്നുണ്ട്. ഇത്തരത്തിൽ ആണ് ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അല്പം ശമനം എന്ന് പറയാൻ മഴ മാറി നിൽക്കുന്നു. വെയിലുള്ള ഒരു ദിവസത്തേക്കാണ് ഇന്ന് കടന്നിട്ടുള്ളത്. ദീപിക. ശരി, നിഷ ദിലീപാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.